ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള എൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കറി ഉണ്ടാക്കണില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചെറുപഴം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് പഴുത്തിട്ട് കറുത്ത് തുടങ്ങിയിട്ടോ. അപ്പോൾ ഇനി അത് വേഗം എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുട്ടും പഴമാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയിട്ടാണ്. അപ്പോഴത്തേന് ഇന്ന് എനിക്കിവിടെ ഒരു നല്ല പണിയുണ്ട്. അപ്പോൾ ഈ ഷോക്കേഴ്സ് പോലത്തെ ഈ പ്ലേസുകളൊന്നും ഞാൻ ജസ്റ്റ് ഈ അടിക്കണ സമയത്തൊന്ന് പൊടിമുട്ടി ഇങ്ങനെ പോവാറാണിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നും എടുത്ത് പൊടിമുട്ടി അങ്ങനെ അടിച്ച് ക്ലീൻ ആക്കാൻ പറ്റില്ല, എല്ലാം മറിഞ്ഞ് അടി പോവില്ല. അപ്പോൾ നമ്മൾ ചൂല് വെച്ചിട്ട് ജസ്റ്റ് പറ്റണ സ്ഥലത്ത് നിന്ന് മാത്രം ഇങ്ങനെ പൊടി തട്ടി പോവാറാണ് പതിവ്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൊടിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതെല്ലാം മാറ്റിയിട്ട് അവിടെ എല്ലാം പൊടിയെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് ഈ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നതും തുടച്ച് ക്ലീനാക്കി അങ്ങോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ഇറങ്ങിയേക്കാട്ടെ രാവിലെ തന്നെ. അപ്പോൾ അതിൽ തന്നെ ചൂല വെച്ചിട്ട് അടിക്കുമ്പോൾ നന്നായിട്ട് പൊടി അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഇത് പൊക്കത്തിലുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണങ്ങടെ എത്തുകയില്ല കേട്ടോ. മുകളിലായിട്ടാണ് ഷോ കേസാണല്ലോ, അത് മുകളിലാണ്, താഴെയല്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കസേരയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടിയെല്ലാം മുട്ടി അടിച്ച് കളഞ്ഞതിന് ശേഷം നനഞ്ഞ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അത് പൊടി തുടച്ചാണ് എടുക്കുന്നത്. വെറുതെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് പോയാലും അതിൻ്റെ ഡസ്റ്റൊക്കെ കുറേയൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെയും അതങ്ങനെ തന്നെ പൊടി പിടിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ നനച്ച് തുടയ്ക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് പൊടി പോയി കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം ഇതുപോലത്തെ കൊള്ളില്ലാത്തൊരു തുണി വെച്ച് തുടച്ചിട്ട് വീണ്ടും വേറെ വെള്ളം കൊണ്ടുവന്നിട്ട് നനഞ്ഞ വേറെ നല്ലൊരു തുണി വെച്ച് വീണ്ടും തുടച്ച് ഉണക്കി ഇട്ടിട്ടാട്ടോ ഇത് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന പോട്ടിൽ കുറച്ച് ലീഫ് കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. എന്നിട്ട് വേണം ഇനി ആ ലീഫൊക്കെ അതും പൊടി തുടച്ചെടുക്കാനുണ്ട്, അതിലും പൊടിയുണ്ട്. അങ്ങനെ അതെല്ലാം തുടച്ച് ക്ലീനാക്കി ഞാൻ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ക്ലോക്ക് ഞാൻ ആദ്യം ജോലി ചെയ്ത ഓഫീസിൽ നിന്ന് കിട്ടിയ ക്ലോക്കാട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു ഓർമ്മയ്ക്ക് ഞാനത് അങ്ങനെ തന്നെ വെച്ചേക്കണതാണ്. അങ്ങനെ ലീഫൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തു. ഇതിപ്പോൾ ഞാൻ മുകളിൽ നിന്നിട്ട് എടുക്കണോണ്ടായിട്ട് ശരിക്കും ഇങ്ങനെ കാണുന്നത്. താഴെ ഇറങ്ങിയേക്കുമ്പോൾ ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഈ സൈഡിലേക്ക് വന്നിട്ട് ഇവിടെയും കുറേ സാധനങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടായി. അതെല്ലാം മാറ്റി അതിൻ്റെ അകത്തുനിന്നും പൊടിയെല്ലാം മുട്ടിക്കളഞ്ഞ് ഒരു പ്രാവശ്യം തുടച്ചെടുത്തിട്ടും ഇത്രയും പൊടിയുണ്ട് കേട്ടോ വീണ്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കുമ്പോൾ ഈ ചെതൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ താഴെ നിന്നാൽ കാണേയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഈർക്കിളി കൊണ്ടുവന്നിട്ട് ചെതലിനെയൊക്കെ ഇങ്ങനെ കുത്തി കുത്തി കളഞ്ഞതാണ്. എന്നിട്ട് ഞാൻ അവിടെ കുറച്ച് തുടച്ചതിന് ശേഷം കുറച്ച് മണ്ണെണ്ണ സ്പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെതലിന് വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ അവിടെ എല്ലാം വീണ്ടും തുടച്ചെടുത്തു. 2 പ്രാവശ്യം തുണി നനച്ച് തുടച്ചിട്ട് ഞാൻ നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ, നമുക്ക് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കംഫർട്ടിലും കൂടി ഒന്ന് തുണി നനച്ചിട്ടാട്ടോ തുടച്ചത്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ ഞാനിവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഇരുന്ന മോഡലൊക്കെ മാറ്റിയിട്ട് അതൊക്കെ വെറുതെ പിള്ളേർ തന്നെ വെച്ചതാട്ടോ. ഇവിടെ കാര്യമായിട്ട് നമുക്ക് വയ്ക്കാനായിട്ടുള്ള ഫ്ലവേഴ്സോ പോട്ട്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ കയ്യിലുള്ളതൊക്കെ അവർ വെച്ചു, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിൽ നിന്ന് കുറച്ച് പാത്രമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു കിട്ടും. ഇതൊക്കെ അടുക്കളയിൽ പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ കാണാനെങ്കിലും ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത് നമുക്ക് ഉപ്പുമാങ്ങയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ഭരണി പോലത്തെ പാത്രമാണ്. അങ്ങനെ അതൊക്കെ തുടച്ച് ക്ലീനാക്കി ഇവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഇതുണ്ട്, ഇത് മെഴുകുതിരി കത്തിച്ച് വയ്ക്കണതാട്ടോ, ക്യാൻഡിലാണത്. ഇങ്ങനെ എടുക്കാൻ പറ്റും. ഞാൻ കത്തിക്കാറൊന്നുമില്ല കേട്ടോ, ഇതിങ്ങനെ കാണാനൊന്നുമല്ലാതെ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കണ്ടോ, നമുക്ക് എന്തെങ്കിലും സ്മെല്ലുള്ളത് അങ്ങനത്തെയൊക്കെ ഇട്ട് പുകയ്ക്കണമെങ്കിൽ അതിനും കൂടിയുള്ള ഗ്യാപ്പാണ്. പക്ഷെ അതിൻ്റെ ആ സ്മൈല് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കാണാൻ പാകത്തിന് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ സെറ്റ് ചെയ്താട്ടോ. കുഞ്ഞുണ്ണി മാഷിനെയും ബഷീർ സ്മൃതിയൊക്കെ ഉണ്ട്, അത് ഇളയ മോന് കിട്ടിയേക്കുന്നതാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ആ വേദിക സാംസ്കാരിക സമിതിയിൽ ഇത് വാങ്ങാൻ പോയ വീഡിയോ ഒക്കെ ഞാൻ പണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ അത്രയും മതി നിർത്തിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടോ. ചോറിന് കറി വയ്ക്കണമല്ലോ. അപ്പോൾ ഇന്ന് കുമ്പളങ്ങ ഉണ്ട്. അപ്പോൾ കുമ്പളങ്ങയും പച്ചമുളകൊക്കെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഇതിന്ന് മോരുകറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് അരപ്പിന് തേങ്ങയും ജീരകവും ഒരു ഉള്ളിയും കൂടി അരയ്ക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് അരപ്പ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ തൈരാണെങ്കിൽ അരപ്പിൻ്റെ കൂടെ അരച്ചെടുക്കാം, മോരായതുകൊണ്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണുള്ളൂ.
അപ്പോൾ ഇന്ന് ഊണൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും എനിക്കിന്ന് വല്യമ്മച്ചിയുടെ വീട്ടിൽ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും വരണ ദിവസമാണ്. തൈര് ഒഴിക്കാൻ പോകുമ്പോൾ അതിനൊരു സൈഡ് വലിവ്. അപ്പോൾ പിന്നെ ഞാൻ ക്യാമറയിലേക്ക് നോക്കി എന്ത് ചെയ്താലും പകുതി നിലത്തേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഒഴിച്ചിട്ടാട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുള്ളൂ. അങ്ങനെ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ഈ താളിപ്പിന് ഒഴിച്ചത് കടുകും ഉലുവയും വേപ്പിലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി മൂപ്പിച്ചിട്ടാട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കറിക്ക്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. മോര് കറി കഴിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് ബീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതവിടെ അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് കുറച്ചിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞതും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ മോര് കറിക്ക് ബീഫ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ അതൊക്കെയായിരുന്നു. പിന്നെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വല്യമ്മച്ചിട്ടേക്ക് പോയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു സന്ധ്യ ആയപ്പോഴാണ് തിരിച്ചു വന്നത്. അപ്പോഴത്തേനും മക്കളൊക്കെ സ്കൂൾ വിട്ടും കോളേജ് വിട്ടൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടായിട്ടാവും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്. പിന്നെ വന്നതിന് ശേഷം ഒരു ചായയൊക്കെ ഇട്ടു. അപ്പോൾ വരുമ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പോൾ 1+1 ഓഫറിന് കിട്ടിയ ബിസ്ക്കറ്റാണ് നമ്മുടെ കോഫി ബർബൺ. അപ്പോൾ പിന്നെ അതും ചായ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു. ഞാനും ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.